തീയതിക്ക് തിരുവനന്തപുരത്ത് നിന്നും സ്പെഷ്യൽ ട്രെയിൻ പ്രഖ്യാപിച്ച റെയിൽവേ. തിരുവനന്തപുരം നോർത്ത്, സാന്ത്രകാച്ചി തിരുവനന്തപുരം നോർത്ത് സ്പെഷ്യൽ സർവീസാണ് പൂജ അവധിക്കാലത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരക്ക് പരിഗണിച്ചുകൊണ്ടാണ് ഈ തീരുമാനം. 06-081 തിരുവനന്തപുരം നോർത്ത് സാന്ത്രകാച്ചി സ്പെഷ്യൽ എക്സ്പ്രസ് സെപ്റ്റംബർ 5-ാം തീയതി മുതൽ ഒക്ടോബർ 17-ാം തീയതി വരെ എല്ലാ വെള്ളിയാഴ്ചകളിലും തിരുവനന്തപുരം നോർത്തിൽ നിന്നും സർവീസ് നടത്തും. 06-082 സാന്ത്രകാച്ചി തിരുവനന്തപുരം നോർത്ത് സ്പെഷ്യൽ എക്സ്പ്രസ് സെപ്റ്റംബർ 8-ാം തീയതി മുതൽ ഒക്ടോബർ 20 വരെ എല്ലാ തിങ്കളാഴ്ചകളിലും സാന്ത്രകാച്ചിയിൽ നിന്ന് സർവീസ് നടത്തും. 14 AC 3 ടയർ എക്കോണമി, 2 സ്ലീപ്പർ ക്ലാസ്, 2 ലഗേജ് കം ബ്രേക്ക് വാൻ കോച്ചുകളാണ് ട്രെയിനിലുള്ളത്. കൊല്ലം, കായംകുളം, മാവേലിക്കര, ചെങ്ങന്നൂർ, തിരുവല്ല, കോട്ടയം, എറണാകുളം ടൗൺ, ആലുവ, തൃശൂർ, പാലക്കാട് എന്നിവിടങ്ങളിലാണ് കേരളത്തിലെ സ്റ്റോപ്പുകൾ. കൂടാതെ ഓണക്കാലത്തെ തിരക്ക് പരിഗണിച്ചുകൊണ്ട് കൂടുതൽ സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിച്ച് റെയിൽവേ രംഗത്തെത്തി. 4 സ്പെഷ്യൽ സർവീസുകളാണ് ഓണത്തിരക്ക് കണക്കിലെടുത്തുകൊണ്ട് റെയിൽവേ പുതുതായി പ്രഖ്യാപിച്ചത്. ചെന്നൈ സെൻട്രൽ തിരുവനന്തപുരം നോർത്ത്, തിരുവനന്തപുരം നോർത്ത് ഉത്ന ജംഗ്ഷൻ, മംഗളൂരു സെൻട്രൽ തിരുവനന്തപുരം നോർത്ത്, വില്ലുപുരം ജംഗ്ഷൻ, ഉത്ന ജംഗ്ഷൻ എന്നിവയാണ് പുതുതായി പ്രഖ്യാപിച്ച വൺ വേ സ്പെഷ്യൽ എക്സ്പ്രസുകൾ. ഓഗസ്റ്റ് 31 ഉച്ചയ്ക്ക് 12:45 ട്രെയിൻ ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ടു. സെപ്റ്റംബർ 1 രാവിലെ 7:15 തിരുവനന്തപുരം നോർത്തിൽ എത്തിച്ചേർന്നു. ആരക്കോണം, കാട്ട്പാടി, ജോലാർപേട്ട, സേലം, നാമക്കൽ, കരൂർ, ഡിണ്ടിഗൽ, കൊടൈക്കനാൽ റോഡ്, മധുര, വിരുദുനഗർ, ശിവകാശി, രാജാപാളയം, ശങ്കരൻകോവിൽ, കടയനല്ലൂർ, തെങ്കാശി, ചെങ്കോട്ട, തെന്മല, പുനലൂർ, ആവണേശ്വരം, കൊട്ടാരക്കര, കുണ്ടറ, കൊല്ലം എന്നിവിടങ്ങളിലായിരുന്നു സ്റ്റോപ്പുകൾ. സെപ്റ്റംബർ 1 തിങ്കളാഴ്ച രാവിലെ 9:30 തിരുവനന്തപുരം നോർത്തിൽ നിന്നും പുറപ്പെടുന്ന ട്രെയിൻ സെപ്റ്റംബർ 2 രാത്രി 11:45 ഉത്ന ജംഗ്ഷനിൽ എത്തിച്ചേരും. കൊല്ലം, ശാസ്താംകോട്ട, കായംകുളം, മാവേലിക്കര, ചെങ്ങന്നൂർ, തിരുവല്ല, ചങ്ങനാശ്ശേരി, കോട്ടയം, എറണാകുളം ടൗൺ, ആലുവ, തൃശൂർ, ഷൊർണൂർ, തിരൂർ, കോഴിക്കോട്, വടകര, കണ്ണൂർ, കാസർഗോഡ്, മംഗളൂരു ജംഗ്ഷൻ, ഉടുപ്പി, മൂകാംബിക റോഡ്, ബൈന്ദൂർ, ഹൊനാവർ, കാർവാർ, മഡ്ഗാവ്, വൽസാദ് എന്നിവിടങ്ങളിൽ സ്റ്റോപ്പുകൾ ഉണ്ടാകും. സെപ്റ്റംബർ 2 രാത്രി 7:30 മംഗളൂരു സെൻട്രലിൽ നിന്ന് പുറപ്പെടും. സെപ്റ്റംബർ 3 രാവിലെ 8 മണിക്ക് തിരുവനന്തപുരം നോർത്തിൽ എത്തിച്ചേരും. മഞ്ചേശ്വരം, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, ചെറുവത്തൂർ, പയ്യന്നൂർ, കണ്ണൂർ, തലശ്ശേരി, വടകര, കോഴിക്കോട്, തിരൂർ, ഷൊർണൂർ, തൃശൂർ, ആലുവ, എറണാകുളം ജംഗ്ഷൻ, ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ, ഹരിപ്പാട്, കായംകുളം, കരുനാഗപ്പള്ളി, ശാസ്താംകോട്ട, കൊല്ലം എന്നിവിടങ്ങളിൽ സ്റ്റോപ്പുകൾ ഉണ്ടാകും. സെപ്റ്റംബർ 1 രാവിലെ 10:30 വില്ലുപുരം ജംഗ്ഷനിൽ നിന്നും പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേ ദിവസം രാവിലെ 5:30 ഉത്ന ജംഗ്ഷനിൽ എത്തിച്ചേരും. ചെങ്കൽപ്പേട്ട്, താമ്പരം, ചെന്നൈ, എഗ്മോർ, പേരാമ്പൂർ, ആരക്കോണം, കട്ട്പാടി, ജോലാർപേട്ട, സേലം, ഈറോഡ്, തിരുപ്പൂർ, പോത്തന്നൂർ, പാലക്കാട് ജംഗ്ഷൻ, ഷൊർണൂർ, തിരൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, മംഗളൂരു ജംഗ്ഷൻ, ഉടുപ്പി, കാർവാർ, മഡ്ഗാവ് ജംഗ്ഷൻ, തിവിം, കങ്കാവലി, രത്നഗിരി, ചിപ്ലുൻ, റോഹ, പൻവേൽ, വാസായി റോഡ്, വാപ്പി, വൽസാദ് എന്നിവിടങ്ങളിൽ സ്റ്റോപ്പുകളുണ്ട്. പുതുതായി പ്രഖ്യാപിച്ച 4 സ്പെഷ്യൽ ട്രെയിനുകളിലും മുൻകൂട്ടിയുള്ള റിസർവേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. അതേസമയം ദക്ഷിണേന്ത്യൻ നഗരങ്ങളെ ബന്ധിപ്പിച്ച ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി ഒരുങ്ങുന്നതായി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു അറിയിച്ചിട്ടുണ്ട്. ഹൈദരാബാദ്, ചെന്നൈ, അമരാവതി, ബംഗളൂരു നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ബുള്ളറ്റ് ട്രെയിൻ വരാൻ പോകുന്നതെന്ന് ചന്ദ്രബാബു നായിഡു പറഞ്ഞു. വിശാഖപട്ടണത്ത് നടന്ന ഇന്ത്യ ഭക്ഷ്യോൽപാദന ഉച്ചകോടി 2025 സംസാരിക്കുന്നതിനിടയിലായിരുന്നു ചന്ദ്രബാബു നായിഡുവിന്റെ പ്രഖ്യാപനം. ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്കായുള്ള സർവേ നടന്നു വരികയാണെന്നും ചന്ദ്രബാബു നായിഡു അറിയിച്ചു. കൂടാതെ മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് ട്രെയിൻ കോറിഡോറിന്റെ ഭാഗമായ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി പുരോഗമിക്കുകയാണെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചിരുന്നു. ആധുനിക സൗകര്യങ്ങൾ, സാംസ്കാരിക പൈതൃകം, തടസ്സമില്ലാത്ത കണക്ടിവിറ്റി, പരിസ്ഥിതി സൗഹൃദമായ സവിശേഷതകൾ എന്നിവ സംയോജിപ്പിച്ചുകൊണ്ടാണ് പദ്ധതി ഒരുങ്ങുന്നത് ഇന്ത്യൻ റെയിൽവേ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.